ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ വചനം സംസാരിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട പി കെ സക്രിയാച്ചൻ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പി കെ സക്രിയാച്ചനെ കുറിച്ച് പറയുമ്പോൾ, ചില ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടിൽ പോയപ്പോൾ അച്ഛൻ്റെ അടുക്ക് പോവുകയും അച്ഛൻ്റെ ജീവചരിത്രം ഒരു വീഡിയോ ആയിട്ട് ചെയ്യുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നു. ആ വീഡിയോ ഏതാണ്ട് 30,000-ലധികം ആളുകൾ കാണുകയും പലർക്കും അതൊരു വലിയ അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമായി തീർന്നു. ഞാൻ വലിയ ഒരു ദുഃഖത്തോടു കൂടിയാണ് പി കെ സക്രിയാച്ചന്റെ ഭവനത്തിൽ ചെന്നത്. കാരണം എനിക്ക് ശകലം ഒരു ശകലം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സങ്കടമായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അനുഭവ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ലല്ലോ എന്ന് എനിക്ക് തോന്നുവാനായിട്ട് ഇടയായി തീർന്നു. വളരെ ഉത്സാഹിതനായി ഉത്തേജിതനായി ആണ് ഞാൻ പി കെ സക്രിയാച്ചന്റെ ഭവനത്തിൽ നിന്ന് പോകുന്നത്. അപ്പോൾ 23 വർഷമായിട്ട് നെഞ്ചിന് താഴോട്ട് തളർന്നുപോയി വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് 2 പേരുടെ സഹായത്തോടു കൂടി അച്ഛനെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ടും എൻ്റെ കർത്താവ് വലിയവനാണ്. എനിക്ക് ഒന്നിനും ഒരു ആദിയില്ല. പക്ഷെ ഞാൻ ഒരിക്കൽ കർത്താവിൻ്റെ അടുത്ത് ചെല്ലും. ഞാൻ കർത്താവിനോട് ചോദിക്കും, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ചോദിക്കും. അന്നേരം കർത്താവിൽ നിന്ന് ഞാൻ അതിനുള്ള മറുപടി കേൾക്കും എന്ന് അച്ഛൻ പറയുവാനായിട്ട് ഇടയാക്കുന്നു. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഈ കൂട്ടായ്മ നമ്മുടെ ഈ കൂട്ടായ്മ എല്ലാ സഭകളെയും ചേർത്തുകൊണ്ടുള്ള ഒരു ഐക്യ ക്രിസ്തീയ കൂട്ടായ്മ, ഈ കൂട്ടായ്മയിൽ നിന്ന് അച്ഛൻ കടന്നു വന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും അതിർക്കിപ്പിക്കുന്നില്ല. അച്ഛന് വചനം സംസാരിക്കാനായിട്ടുള്ള സമയം ആവശ്യത്തിനെടുക്കാം. അച്ഛൻ്റെ ആശയങ്ങൾ മുഴുവൻ പറഞ്ഞു തീർക്കാനുള്ള ഇന്ന് തയ്യാറാക്കി വന്നതെല്ലാം പറയാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. നമ്മുടെ ചാനലിൽ അങ്ങനെ യാതൊരുവിധമായ പ്രശ്നങ്ങളുമില്ല. ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ലൈവായിട്ട് ഈ പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ മീറ്റിങ്ങിൽ കടന്നു വന്ന് വചനം സംസാരിക്കാൻ കടന്നു വന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ആയിരിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തു നാമത്തിലുള്ള ഹൃദയംഗമായ സ്നേഹവന്ദനം അറിയിക്കട്ടെ. കർത്താവിന് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ദൈവദാസന്മാർ, പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളെല്ലാവരോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഐക്യ ക്രിസ്തീയ പ്രാർത്ഥന കൂട്ടായ്മയിൽ നിങ്ങളൊക്കെ വചനം ശുശ്രൂഷിപ്പാൻ എനിക്ക് അവസരം നൽകി തന്ന ബഹുമാനായ ബ്രദർ സാജു അവരോടുള്ള സ്നേഹം ആമുഖമായി അറിയിക്കട്ടെ. ഒരുമിച്ചുള്ള ചിന്തയ്ക്കും ധ്യാനത്തിനുമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് 3-ാം സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങൾ 3. അതിന്റെ കുറിവാക്യമായി വായിക്കുന്നത് 3-ാമത്തെ വാക്യമാണ്. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു. പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കർത്താവേ, മാറ്റമില്ലാത്ത ദൈവവചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഏതാത്മാവിൽ വചനം എഴുതപ്പെട്ടു അതേ ആത്മാവിൽ വചനം കേൾക്കുവാൻ, ആ പരിശുദ്ധാത്മാവിൽ വചനം ധ്യാനിപ്പാൻ തമ്പുരാനെ അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ഒരിക്കലും അടിയന്റെ അതരത്തെ ശക്തീകരിക്കണമേ, ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ, എന്റെ ജനത്തോട് മനസ്സറിയണമേ, സഭയെ അനുഗ്രഹിക്കണമേ, ദൈവജനത്തെ അവിടുത്തെ ആത്മാവിൻ നിറവിൽ കാക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ പിതാവെ കേൾക്കണമേ. ആമേൻ. 3-ാം സങ്കീർത്തനം ധ്യാനിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഏറ്റവും പ്രിയമുള്ള ഒരു പുസ്തകമാണ് സങ്കീർത്തനം. എന്റെ ഏറെ പ്രസംഗങ്ങളും സങ്കീർത്തനം അടിസ്ഥാനമാക്കിയാണ്. സങ്കീർത്തനം ഒരു പ്രാർത്ഥനാ പുസ്തകമാണെന്ന് ഞാൻ പറയും. പ്രാർത്ഥനാ പുസ്തകം. പ്രാർത്ഥിക്കാനാവാത്ത വിധം മനസ്സ് സംഘർഷമാകുമ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ, ഞാൻ വേദപുസ്തകം ധ്യാനിക്കുന്ന മുറിയിൽ കയറി ശാന്തമായി ദൈവവചനം തുറക്കും. അപ്പൊ മിക്കപ്പോഴും എനിക്ക് കിട്ടുന്നത് ഈ സങ്കീർത്തനങ്ങളാണ്. കാര്യം കണ്ണടച്ച് തുറക്കുകയാണ് ചെയ്യുന്നത്. മിക്കപ്പോഴും കിട്ടുന്നത് സങ്കീർത്തനങ്ങളാണ്. ഞാനിങ്ങനെ പറയും, ഒരു ദൈവ പൈതൽ ഓടിച്ചെന്ന് വായിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് തിരുവചനമൊത്ത നടുക്ക് ഒരു ദൈവ പൈതലിനെ പ്രാർത്ഥിക്കാൻ ആവാത്ത വിധം മനസ്സംഘർഷമാകുമ്പോൾ അവന് ചിട്ടപ്പെടുത്തി നൽകിയതായ ഒരു പ്രാർത്ഥനയുടെ കൈപ്പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. ആവർത്തിക്കുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ
ഒരു ദൈവവേദന വായിച്ച് ധ്യാനിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു ദൈവവേദന വേണ്ടി ചിട്ടപ്പെടുത്തിയ മനോഹരമായ ഒരു പ്രാർത്ഥനാ പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. രണ്ടാമതായി സങ്കീർത്തനത്തിൽ പറയുന്നത്, ജീവിതത്തിൽ പല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരു ദൈവപൈതൽ, ഒരു വിശ്വാസി വായിച്ച് ആശ്വസിക്കുന്ന ഒരു പുസ്തകമാണ് സങ്കീർത്തനം. അതുകൊണ്ട് സങ്കീർത്തനത്തെ ആശ്വാസ ഗീതങ്ങൾ വിളിക്കാറുണ്ട്. ആശ്വാസ ഗീതങ്ങൾ, പ്രാർത്ഥനാ ഗീതങ്ങളാണ്, ആശ്വാസ ഗീതങ്ങളാണ്. അതേസമയം തന്നെ ദൈവജനം ആരാധനയ്ക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ചിട്ടപ്പെടുത്തിയ ആരാധന ഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനത്തിന് ആമുഖം 3 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചു. ഒന്ന്, പ്രാർത്ഥിക്കാൻ ഒരു കൊച്ചു കൈപ്പുസ്തകമാണ് സങ്കീർത്തനം. 2, ഇത് ആശ്വാസ ഗീതങ്ങളാണ്. 3, ഇത് ആരാധന ഗീതങ്ങളാണ്. ചുരുക്കത്തിൽ തിരുവചനത്തിലെ പാട്ടുപുസ്തകമാണ് സങ്കീർത്തനം. പാട്ടുപുസ്തകം, തിരുവചനത്തിലെ ഒരു പാട്ടുപുസ്തകമാണ് സങ്കീർത്തനം. 3 സങ്കീർത്തനം ആണ് ധ്യാനിക്കാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓരോ സങ്കീർത്തനത്തിനും ഓരോ രചനാ പശ്ചാത്തലമുണ്ട്. ഓരോ സങ്കീർത്തനത്തിനും ഒരു രചനാ പശ്ചാത്തലമുണ്ട്. വേദപുസ്തകത്തിലെ ഏത് എഴുത്തുകൾക്കും ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ചരിത്ര പശ്ചാത്തലം, നെഹമ്യാവിന്റെ പുസ്തക ചരിത്ര പശ്ചാത്തലമുണ്ട്, എസ്രായിക്കുണ്ട്, എസ്തേറിനുണ്ട്. ചരിത്ര പശ്ചാത്തലം എല്ലാ പുസ്തകങ്ങൾക്കും ഉണ്ട്. ചില പുസ്തകങ്ങളൊക്കെ ചരിത്രം പറയുന്നുണ്ട്. വേദപുസ്തകം ചരിത്രം പഠിക്കാനുള്ള പുസ്തകമല്ല, അത് വേറെ വിഷയം. ഈ സങ്കീർത്തനത്തിന്, ഓരോ സങ്കീർത്തനത്തിനും രചനാ പശ്ചാത്തലമാണ്. ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം അല്ല, തലക്കെട്ടിൽ സൂചനയുണ്ട്. തലക്കെട്ടിലെ സൂചന അനുസരിച്ച് പറയുന്നത്, തന്റെ മകനായ അബ്ശാലോമിന് മുമ്പിൽ ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. ചില സങ്കീർത്തനത്തിന് തലക്കെട്ടിൽ സൂചനയില്ല. ഈ സങ്കീർത്തനം പാടുവാനുള്ള സാഹചര്യം, അതിന്റെ കോണ്ടെക്സ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. തന്റെ മകനായ അബ്ശാലോമിന്റെ എതിർപ്പിന് മുമ്പിൽ ദാവീദ് ഓടിപ്പോകുമ്പോൾ പാടിയതായ പാട്ടാണ്. 8 വാക്യങ്ങളുണ്ട് ഈ സങ്കീർത്തനം. 8 വാക്യങ്ങൾ. 8 വാക്യങ്ങൾ ഈ സങ്കീർത്തനമുണ്ട്. ഇതിന്റെ ഘടന ഈ സങ്കീർത്തനത്തിന്റെ ഘടന മനസ്സിലാക്കിയാൽ, ആകമാനം പരിശോധിച്ചാൽ ഇതൊരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ്. ഒരു പ്രാർത്ഥനാ സങ്കീർത്തനം. ഇതിന്റെ തലക്കെട്ടിൽ അങ്ങനെ പ്രാർത്ഥനാ സങ്കീർത്തനം എന്ന് സൂചനയില്ല. വേദപുസ്തകത്തിൽ സങ്കീർത്തനത്തിൽ തലക്കെട്ടിൽ പ്രാർത്ഥനാ സങ്കീർത്തനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ചില സങ്കീർത്തനങ്ങളുണ്ട്. സമയപരിമിതി അനുവദിക്കാതുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. തലക്കെട്ടിൽ പ്രാർത്ഥനാ സങ്കീർത്തനം എന്ന് സൂചനയില്ലെങ്കിലും ഉള്ളടക്കം പരിശോധിച്ചാൽ ഒരു പ്രാർത്ഥനാ സങ്കീർത്തനത്തിന്റെ മാതൃക ഈ 3 സങ്കീർത്തനമുണ്ട്. 3 സങ്കീർത്തനം ഒരു പ്രഭാത പ്രാർത്ഥനയായി കാണും. 5ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. 5ാമത്തെ വാക്യം ഇതാണ്: നീയോ ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇതേ പറയാനുള്ളൂ. എന്താ പറയാനുള്ളത്? ഞാൻ കിടന്നുറങ്ങി, തമ്പുരാൻ എന്നെ താങ്ങുകയാൽ, എൻ്റെ കർത്താവ് എന്നെ താങ്ങുകയാൽ ഞാൻ ഇന്ന് ഉണർന്നിരിക്കുന്നു. ദൈവമക്കളെ, 2 ദിവസം മുമ്പ് ഉറങ്ങാൻ കിടന്ന ഒരു സമൂഹമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. എത്രയോ ഭവനങ്ങൾ വീർപ്പ് മുട്ടുന്നു, നൊമ്പരപ്പെടുന്നു, കണ്ണീർ കയങ്ങളിലായിരിക്കുന്നു. അവർ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവ ആശ്വാസവും സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ കിടന്നുറങ്ങി, എന്നെ യഹോവ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. നമുക്കും ഇതല്ലാതെ വലുത് പറയാറുണ്ട്. ഞാൻ പറയും, ഓരോ പ്രഭാതവും ദൈവം നമുക്ക് ഒരുക്കി തരുന്ന അത്ഭുതം.
മറക്കരുത്. ഓരോ പ്രഭാതവും ദൈവ പൈതലെ ദൈവം നമുക്ക് ഒരുക്കി തരുന്ന അത്ഭുതമാണ്. ഞാൻ പറയും, രാവിലെ കണ്ണ് തുറക്കുന്നത് തന്നെ ദൈവത്തിന്റെ അത്ഭുതമാണ്. തമ്പുരാൻ ഒരുക്കുന്ന ആദ്യത്തെ അത്ഭുതമാണ് ഓരോ പ്രഭാതത്തിലും നാം കണ്ണ് തുറക്കുന്നത്. അപ്പോൾ ദൈവമക്കളെ, അതുകൊണ്ടാണ് സംഗീതക്കാരൻ പാടുന്നുണ്ട്, യഹോവേ രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് എത്ര നല്ലതാ. അപ്പോൾ രാവിലെ കണ്ണു തുറന്നത് തമ്പുരാന്റെ ദയയാണെങ്കിൽ സുഖത്തോടും ക്ഷേമത്തോടും ഉറങ്ങാൻ സാധിക്കുന്നത് അവന്റെ വിശ്വസ്തതയാണെന്ന് തിരിച്ചറിയുക. എനിക്കും നമുക്ക് ഓരോരുത്തർക്കും ഇതേ പറയാനുള്ളൂ. തമ്പുരാനെ നിന്റെ ദയ, തമ്പുരാനെ നിന്റെ വിശ്വസ്തത. അവന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം, അവന്റെ ദയക്കായി സ്തോത്രം. നാം അവിശ്വസ്തരായിരുന്നിട്ടും അവൻ വിശ്വസ്തരായിരിക്കുന്നു. ദൈവമക്കളെ, ഞാൻ കിടന്നുറങ്ങി, നീ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. ദൈവ പൈതലെ, ദൈവമക്കളെ, ഞാനും നിങ്ങളും ജീവിക്കുന്നതും ഉണരുന്നതും ജീവിക്കുന്നതും ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങളിലാണെന്ന്, കർത്താവിന്റെ അത്ഭുത കരങ്ങളിലാണെന്നുള്ള നിശ്ചയം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, ഇതൊന്ന് ശാന്തമായി ധ്യാനിച്ചാൽ, ഞാൻ പറയാം, രണ്ട് സംഗതിയുണ്ട്. ഞാൻ ഉറങ്ങിയതും എഴുന്നേറ്റവും നിന്റെ കൃപയാണെന്നൊന്ന് ധ്യാനിച്ചാൽ ഹൃദയത്തിൽ നന്ദി വരും, നാവിൽ സ്തോത്രം വരും. ഇത് ഓർക്കാത്തത് കൊണ്ടാണ് നന്ദി വരാത്തതും സ്തോത്രം വരാത്തതും. ഇതൊന്ന് ഓർത്താൽ നന്ദി വരും, ഹൃദയത്തിൽ നന്ദി വരും, നാവിൽ സ്തോത്രം വരും. ഇപ്പോൾ സംഗീതക്കാരൻ പറയുന്നു, ഞാൻ കിടന്നുറങ്ങി, തമ്പുരാനെ നീ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. പാട്ടുകാരൻ പാടിയല്ലോ, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാണ്. നടന്നതല്ല, ദൈവം നമ്മെ നടത്തിയതാണ്. ഞാൻ ഒരു വാക്കൂടെ ചേർത്ത് പറയും, ദൈവം നടത്തുകയല്ല, ദൈവം അത്ഭുതകരമായി നമ്മെ നടത്തുന്നു. ഓരോ ദിവസവും തമ്പുരാൻ ചൊരിഞ്ഞ അത്ഭുതം കണ്ടുകൊണ്ടാണ് നാം ആരംഭിക്കുന്നത്. തിരിച്ചറിയുക. 3-ാം സങ്കീർത്തനം ഒരു പ്രഭാത പ്രാർത്ഥനയാണെങ്കിൽ 4-ാം സങ്കീർത്തനം ഒരു സന്ധ്യാപ്രാർത്ഥനയാണ്. അയ്യോ മക്കളെ, ഒരു ഭക്തൻ അവന്റെ ജീവിതം കോർത്തിണക്കിയിരിക്കുന്ന പ്രാർത്ഥനയില്ല, അവന്റെ ദിവസം ആരംഭിക്കുന്ന പ്രാർത്ഥനയില്ല, അവന്റെ ജീവിതം അവനൊരു ദിവസം അവസാനിപ്പിക്കുന്നത് പ്രാർത്ഥന. എത്ര സന്തോഷകരമാണ്. 4-ാം സങ്കീർത്തനൊക്കെ പറയുന്നു, നീയല്ലോ യഹോവേ എന്നെ നിർഭയമസിക്കുമാറാക്കുന്നത്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. തമ്പുരാനെ നീ എന്നെ നിർഭയനാക്കുന്നു. അയ്യോ മക്കളെ, ഞാൻ ഉണരുന്നത് തമ്പുരാന്റെ ദയയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് സമാധാനത്തോടെ കിടക്കുന്നതിന് കാരണം തമ്പുരാൻ എന്റെ ഭയം മാറ്റിയതാണ്. ഞാന് വിശാലമായൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നാം ഉറങ്ങുന്നതും യഥാസമയം ഉണരുന്നതും ദൈവകൃപയാണ് തിരിച്ചറിയുക. ഒരു വാക്കുകൂടെ ഞാൻ ചേർക്കും, നാം ഉറങ്ങുന്നതും ഉണരുന്നതും, നാം ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നതും നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല, മറിച്ച് വലിയവനായ ദൈവത്തിന്റെ വാരിയ കൃപയിലാണെന്ന് തിരിച്ചറിയണം. നമ്മുടെ കയ്യിലിരിപ്പ് കണ്ടാൽ ഇന്നലെ വെട്ടിക്കളയേണ്ടതാണ്, തകർത്ത് കളയേണ്ടതാണ്. എന്നാൽ എന്നും നിന്നെ മുന്തിരിത്തോട്ടത്തിലെ അത്തിയായി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് തമ്പുരാന്റെ കൃപയാണ് തിരിച്ചറിയണം. പറയണം, ഞാൻ ഉറങ്ങുന്നതും ഉണരുന്നതും, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നതും ദൈവത്തിന്റെ കൃപയാണെന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവ് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കരുത് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. 3-ാം സങ്കീർത്തനത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ടെന്ന് ആമുഖം ഞാൻ പറഞ്ഞു. ഈ ആമുഖത്തിൽ പറയുന്നത്, മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ ഓടിപ്പോകുന്ന സമയത്ത്, ശ്രദ്ധിക്കണം, മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ ഒരപ്പൻ ഓടിപ്പോകുകയാണ്, നിക്കക്കല്ലിയില്ലാതെ. മക്കളുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നിക്കക്കല്ലിയില്ലാതെ നിൽക്കുന്ന അപ്പന്മാരുന്നുണ്ട്, അമ്മമാരും.
ഈ സാജു ബ്രദർ ഇന്റർവ്യൂ ചെയ്ത ശേഷം പലയിടത്തുനിന്നും പല ഫോൺ കോൾ എനിക്ക് വരാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. പലരുടെ പ്രശ്നങ്ങളിൽ പ്രാർത്ഥിക്കാൻ, അവരെ സഹായിക്കാൻ ഒക്കെ ദൈവം അവസരങ്ങൾ നൽകുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രിയപ്പെട്ട മാതാവ് നൊമ്പരപ്പെട്ട് പറഞ്ഞു, 2 മക്കളെ ഉള്ളു, കുടുംബജീവിതം തകർന്നു, മദ്യപാനത്തിലായിരിക്കുന്നു, വീട്ടിൽ നിൽക്കാൻ ഒക്കാത്ത സാഹചര്യത്തിൽ നിൽക്കുകയാണ് ഒരമ്മ. അപ്പോൾ ഇന്നും ഇതുപോലെ ചില അപ്സാരവും ഉണ്ടെന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു സമയം സമാഗതമായിരിക്കുകയാണ്. ഇത് വിഷയം അതല്ലല്ലോ. ഇവിടെ അപ്സാനവും എതിർക്കുകയാണ്, അപ്പൻ ഓടുകയാണ്, സ്വന്തം മകന്റെ കയ്യാൽ കൊല്ലപ്പെടാതിരിക്കാൻ. ഈ അടുത്ത കാലത്ത് എന്റെ നാടിനടുത്ത് ഒരപ്പനും അമ്മയും കാറിൽ കയറി കാറ് തീയിട്ട് സ്വയം ജീവിതം അവസാനിപ്പിച്ചു. അവരെഴുതി വെച്ചിരിക്കുന്ന ആത്മഹത്യാക്കുറിപ്പിൽ ഇങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വന്തം മകന്റെ കയ്യാൽ കൊല്ലപ്പെടാതിരിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ എടുക്കുന്നു. ഇത് ക്രൈസ്തവ ഭവനമാണെന്ന് ഓർക്കുക. ഇവിടെ നിർത്തട്ടെ ഞാൻ. ഇവിടെ അബ്സാലോ, ആരാണ് അബ്സാലോ? അബ്സാലോം എന്ന് പറയുമ്പോൾ ദാവീദിന്റെ 3ാമത്തെ മകനാണ്. അമ്നോൻ, കിലെയാബ്, അബ്സാലോം. മയഖയുടെ മകൻ അബ്സാലോം. സൗന്ദര്യമുള്ളവനാണ്, ശ്ലാഘ്യനാണ്, ആദ്യത്തൊട്ട് മുടി വരെ ഊനമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ കാൽത്തുമ്പത്തെ നഖം തൊട്ട് ഉച്ചയിലൂടെ മുടി വരെ ഊനമില്ലാത്ത സൗന്ദര്യം കൊണ്ട് ശ്ലാഘ്യനായ ഒരു മകൻ അബ്സാലോം, മയഖയുടെ മകൻ, 3ാമത്തെ മകൻ, തൃതീയ പുത്രൻ. ഈ മോൻ കാണിച്ച പരിപാടി അറിയാം. നമ്മൾ ഈ ഉമ്മ കൊടുക്കുന്ന, ചുമ്മനം കൊടുക്കുന്നത് സ്നേഹത്തിന്റെ പാരമ്യത്തിൽ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ ഉമ്മ എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ ചുമ്മനം ഒരു പഠന വിഷയമാണ്, പഠിക്കാനുള്ള വിഷയമാണ്. വിവിധ പുസ്തകങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിൽ ഉമ്മ കൊടുത്തുള്ള ചരിത്രം വേദപുസ്തകത്തിലുണ്ട്. അത് പറയാൻ സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, വിശാല പ്രസംഗമാണ് ഞാൻ പറഞ്ഞേനെ. ഇവിടെ സ്വന്തം അപ്പന് 8ന്റെ പണി കൊടുക്കാൻ സ്വന്തം മകനായ അബ്സാലോം സ്വീകരിച്ച പണിയാണ് ഉമ്മ. അവർ ചോദിക്കുന്ന, അച്ഛ എവിടെ അച്ഛ? എനിക്കൊന്നും എല്ലാ ദൈവമക്കളും ദൈവം വേദപുസ്തകങ്ങളായി വായിക്കുകയും അറിയുകയും ചെയ്യുന്നവരുടെ മുമ്പിലാണ് പ്രസംഗിക്കുന്നത്. എങ്കിലും ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞേക്കാം. 2 ശമൂവേൽ പ്രവാചകൻ 2-ാം പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ചുംബനം കൊടുത്ത് ആടുകളെ വശീകരിച്ച് തന്റെ പക്ഷത്താക്കുന്ന ഒരു മകനെ കാണാം. ഇതല്ലേ യൂദായിൽ കണ്ടത്? സ്നേഹത്തിന്റെ പാരമ്യത്തിൽ കൈമാറുന്ന ചുംബനം കൊണ്ട് ഒരപ്പന് 8ന്റെ പണി കൊടുക്കുന്ന ഒരു മകൻ. ആ മകൻ ഇന്നും ഉണ്ടെന്നേ, നമ്മുടെ ഇടയിലുണ്ടെന്നേ, നമ്മുടെ ക്രൈസ്തവ ഭവനത്തിലുണ്ടെന്നേ. തിരക്ക് ദൂരെയെങ്കിലും പോകണ്ട, നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഒരു ഓൺലൈൻ പ്രസംഗമായതുകൊണ്ടാ ചൂണ്ടിക്കാണിച്ച് പറയാൻ എനിക്ക് ആളിനെ അറിയാം. അങ്ങനെ തകർന്നു പോയ ഒരപ്പൻ, ആ അപ്പൻ ദൈവസന്നിധി കഴിച്ച പ്രാർത്ഥനയാണ് 3-ാം സങ്കീർത്തനം. ഇതൊക്കെ മനസ്സിലാക്കിയെങ്കിലേ ഈ സങ്കീർത്തനത്തിന്റെ മധുരം മനസ്സിലാകത്തുള്ളൂ. ഈ തിരുവചനം മധുരമാകണമെങ്കിൽ അത് ജീവന സ്പർശിയായിരിക്കണം, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നായിരിക്കണം. മാത്രമല്ല അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലൂടെ കടന്നു പോകണം. എങ്കിൽ ജീവിതഗന്ധിയായി മാറത്തുള്ളൂ, നമ്മുടെ അനുഭവങ്ങളായി മാറത്തുള്ളൂ. സ്വന്തം മകൻ ഒരപ്പനെ വല്ലാതെ ദ്രോഹിച്ചപ്പോൾ ദൈവത്തിൽ രാജകൊട്ടാരം വിട്ട് ഓടിപ്പോയ ഒരപ്പൻ. ദൈവമക്കളെ, ദീർഘവർഷമെടുത്താണ് ഈ കൊട്ടാരം ഈ അപ്പൻ പണിയുന്നത് കേട്ടോ. ദേവാലയം പണിയാൻ ചുരുങ്ങിയ സമയം എടുത്തെങ്കിൽ അത് പോസിറ്റീവായും നെഗറ്റീവായും കാണുന്ന ദൈവദാസന്മാരുണ്ട്. പെട്ടെന്ന് പണിഞ്ഞു ദേവാലയം,
പറയുന്ന ദൈവത്തിലാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഞാനും ചില സമയത്ത് സന്ദർഭങ്ങളെ പറയാറുണ്ട്. എന്നാൽ ദീർഘവർഷങ്ങളെടുത്ത് ഒരു ഭവനം പണിഞ്ഞു. അവിടം വിട്ട് ഓടുകയാണ്. അതല്ലയോ ഓർത്തോണേ, സ്വന്തം കൊട്ടാരം വിട്ട് ഓടുകയാണ്. ഇതിന് സമാനമായ സങ്കീർത്തനമാണ് 61-ാം സങ്കീർത്തനം. അത് ഇതിനോട് ചേർത്ത് പഠിക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമാണ്. എന്റെ വിഷയം അതിന് ഞാൻ പോകുന്നില്ല. ചുരുക്കത്തിൽ, സ്വന്തം മകന്റെ എതിർപ്പിന് മുമ്പിൽ, നിരാശയുടെ മധ്യത്തിൽ, വേദനയുടെ മധ്യത്തിൽ ഒരു ഭക്തൻ പാടിയതായ പാട്ടാണ് 3-ാം സങ്കീർത്തനം. ഇത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കണം ഈ രാത്രി. ഇനിയും ഈ സങ്കീർത്തനത്തിൽ താൻ അനുഭവിച്ച പ്രതിസന്ധികൾ പറയുന്നുണ്ട്. താൻ അനുഭവിച്ച പ്രതിസന്ധികൾ സങ്കീർത്തനക്കാരൻ അക്കമിട്ട് പറയുകയാണ്. എന്താണ് താൻ അനുഭവിച്ച പ്രതിസന്ധികൾ? ഒന്ന്, യഹോവേ എന്റെ വൈരികൾ എത്ര പരിഹരിക്കുന്നു. അടുത്തത്, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. ശ്രദ്ധിക്കണേ, ആ വാക്കുകൾക്കൊക്കെ എന്തും അർത്ഥമുള്ളതറിയാവോ? വൈരികൾ പെരുകിയിരിക്കുന്നു, എതിർക്കുന്നവർ അനേകരാണ്. മനസ്സിലായോ? നമ്മുടെ ജീവിതമല്ലയോ? പ്രശ്നങ്ങൾ അധികമാണെന്നേ, സഹിച്ചുകൂടാൻ വയ്യാത്ത പ്രശ്നങ്ങൾ. എവിടെ തൊട്ടാലും പ്രശ്നങ്ങളാണ്. ആരും അനുകൂലമായിട്ടില്ല. സകലവും എല്ലാം എനിക്ക് പ്രതികൂലമെന്ന് വേദപുസ്തകത്തിൽ ദൈവദാസൻ പറഞ്ഞല്ലോ. ആദ്യ പിതാവ് പറഞ്ഞില്ലേ, എല്ലാം പ്രതികൂലമാണ്. എതിർക്കുന്നവരും ശത്രുക്കളുടെ എണ്ണം പെരുകുകയാണ്. ഞാൻ പലപ്പോഴും പറയും, ഈ ശത്രുക്കൾ ഉണ്ടാകാൻ ഒരു കാരണവും വേണ്ട. എന്ത് ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾ പലപ്പോഴും വിചാരിക്കും, വെറുതെ ഒരാൾക്ക് ശത്രു ഉണ്ടാകുമോ? ദാവീദിന്റെ ജീവിതം നോക്കിയാൽ അതിന് മറുപടി ഉണ്ട്. വെറുതെ അങ്ങ് ശത്രു ഉണ്ടാവുകയും. സമയം ഉണ്ടായിരുന്ന ഞാൻ ചരിത്രം പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാനും. ഈ ശത്രുക്കൾ ഉണ്ടാകാൻ വലിയ കാര്യമൊന്നും വേണ്ട. നമ്മളൊന്നും ശ്രമിക്കണ്ട, ശത്രുക്കൾ ഉണ്ടായിക്കൊള്ളു. യേശു കർത്താവിന്റെ ജീവിതം നോക്കിക്കേ. അതുകൊണ്ട് ശത്രുക്കൾ ഉണ്ടാകാൻ ഒരു കാരണവും വേണ്ട. ഈ ശത്രുക്കൾ ഉണ്ടാകാൻ നമ്മളൊന്നും ചെയ്യണ്ടാതെ, നമ്മളൊന്നും ചെയ്യാതെ ലോകത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ശത്രുത എന്ന് പറയുന്നത്. ഞാനിത് പറഞ്ഞപ്പോൾ സ്വയം നമ്മുടെ തന്നെ ജീവിതത്തോട് നോക്കിക്കും. വേറെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ശത്രുക്കൾ നമ്മളൊന്നും ചെയ്യാതെ കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ശത്രുക്കൾ എന്ന് പറയുന്നത്. എന്നാൽ ബോധപൂർവം ശത്രുക്കളെ സൃഷ്ടിക്കുന്നവരുണ്ട്. അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ബോധപൂർവം ശത്രുക്കൾ ഉണ്ടാക്കുന്നവരുണ്ട്, വേദപുസ്തകത്തിലുണ്ട് കേട്ടോ. അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇവിടെ ദാവീദ് പറയുന്നു, യഹോവേ എന്റെ വൈരികൾ എത്ര പരിഹരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാണ്. ചുരുക്കത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാക്കുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ശത്രുക്കൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശത്രുക്കൾ ക്രമാനുഗതമായി ഉണ്ടാകുന്നു ദാവീദിന്റെ ജീവിതത്തിൽ. ശത്രുക്കൾ ക്രമാനുഗതമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ, ഈ ശത്രുക്കൾ ക്രമാനുഗതമായി ഉണ്ടായ കൂട്ടത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞു, സ്വന്തം മകൻ അബ്സാലോം. തന്റെ പ്രാണസ്നേഹിതൻ ഒരാളുണ്ട് കേട്ടോ. 41-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഈ പ്രാണസ്നേഹിതനെ വളരെ ഭംഗിയായിട്ട് ദാവീദ് പറയുന്നുണ്ട്. 41-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം. എന്താ 9-ാമത്തെ വാക്യം?
ഞാൻ വിശ്വസിച്ചവനും എന്റെ കൂടെ ഇന്നലെ രാത്രി ഹോട്ടൽ ഐഡായി കയറി പാലപ്പം നിന്നവനും, ഞാൻ ഉള്ളു തുറന്ന് വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നതുമായ എന്റെ പ്രാണ സ്നേഹിതൻ, സ്നേഹിതനല്ല പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ശത്രു. 55 സംഗീതം പറയുന്നുണ്ട് ഈ ശത്രുവിനെ കുറിച്ച്, എന്നെ നിന്ദിച്ചത് ശത്രു അല്ല, പിന്നെ ആരാ? എന്നോട് സമനായ മനുഷ്യൻ, എന്റെ സഖി, എന്റെ പ്രാണ സ്നേഹിതൻ. ക്രമാനുഗതമായി വർത്തിക്കുകയാണ് കേട്ടോ. തുടക്കമിട്ടത് സ്വന്തം സഹോദരങ്ങളാണ്. ഗോലിയാത്തിനെ തിരക്കി പോകുമ്പോൾ സ്വന്തം ചേട്ടൻ പറഞ്ഞു, നീ എന്തിനാടാ വന്നത്, പടയ്ക്ക് വന്നതില്ലയോ? അതെന്നെ കാരണം കൂടാതെ കോപിച്ചതും തന്നെ കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞു പറ്റിച്ചത് സ്വന്തം സഹോദരങ്ങൾ. അവിടെ തുടങ്ങി. പിന്നെ അമ്മായിപ്പൻ സൗലായി. ഒരു സ്വസ്ഥത അമ്മായിപ്പൻ കൊടുത്തില്ല ഈ ദാവീദിന്. അമ്മായിപ്പനെ പേടിച്ച് ഈ മരുമോൻ കാട്ടിലും മേട്ടിലുമായിരുന്നു. ആദ്യം സ്വന്തം സഹോദരങ്ങൾ സൂചിച്ചില്ല, അതിനുശേഷം അമ്മായിപ്പനായി, ഇപ്പൊ മോനായി, അതിനുശേഷം കൂട്ടുകാരനായി. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. അപ്പൊ ഞാൻ പലപ്പോഴും പ്രസംഗത്തിൽ പറയും, ഈ ശത്രുവിനെ തിരക്കി ഓട്ടം പിടിച്ച് വേറെ എങ്ങും പോകണ്ടെന്നേ, അയലോകത്ത് പോകണ്ട, സ്വന്തം വീട്ടിലുണ്ടെന്നേ. ഇവരെല്ലാം സ്വന്തം വീട്ടിലുണ്ടായിരുന്നവരാ, ഒരു മേശയിൽ ഇരുന്നവരാ. ഇപ്പൊ ശത്രുവിനെ തിരക്കി ഓട്ടോ പിടിച്ച് ദൂരെ പോകണ്ട, സ്വന്തം വീട്ടിലുണ്ട്. നിന്റെ മകൻ, നിന്റെ സഹോദരൻ, നിന്റെ അപ്പൻ, നിന്റെ അമ്മായിയപ്പൻ. തീർന്നില്ല, ശത്രുവിനെ കാണാൻ പിന്നെ കൂടുക. ശൗലിന്റെ കുലത്തിൽ ഒരുത്തനുണ്ട്, അവന്റെ പേര് ശിമയി എന്ന, ഗേരയുടെ മകൻ, ശൗലിന്റെ കുലത്തിൽപ്പെട്ടവനാണ്. ഓടുക, അബ്ശാലോമിനെ പേടിച്ച് ഓടുന്ന കൂട്ടത്തിൽ ഒരു ഏറ് കൊടുത്തു ഈ ശിമയി. എന്നറിയോ? നീ നീചനാണ്, നീയാണ് ശൗലിനെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് മണ്ണ് വാരിയിട്ട് ശപിക്കുകയാണ്. അപ്പൊ ഇതിന്റെ മധ്യത്തിലാണ് ഈ പാട്ട് പാടിയത്. നോക്കണേ, ശ്രദ്ധിക്കണേ പറയുന്നത്, മറക്കല്ലീനി പറയുന്നത്, യഹോവേ, എന്റെ ശത്രുക്കൾ പരിഹരിക്കുന്നു, എന്നോട് എതിർക്കുന്ന അനേകരാ. അതിന് മധ്യത്തില, അതിനകത്ത് കൂട്ടുകാരുണ്ട്, സ്നേഹിതരുണ്ട്, ശിവയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇതിനെ മധ്യത്തിൽ ഈ പ്രതിസന്ധി വന്നപ്പോഴും, പ്രശ്നങ്ങൾ വന്നപ്പോഴും ദൈവിക ബന്ധം അറ്റുപോകാതെ നിന്നു. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. പ്രശ്നമില്ലാത്തല്ല ദൈവത്തിന്റെ ജീവിതം എന്ന് പറയും, പ്രതിസന്ധി ഇല്ലാത്തല്ല ജീവിതം എന്ന് പറയുന്നു. പ്രതിസന്ധി വരുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും ദൈവിക ബന്ധം അറ്റുപോകാതെ പ്രാർത്ഥിക്കുക. പ്രതിസന്ധി വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ തമ്പുരാൻ മുമ്പ് ഇട്ടിട്ട് പോവുകയല്ല, ബന്ധം മുറിച്ചു കളയുകയല്ല, പ്രാർത്ഥിക്കുക. അപ്പോഴും പ്രാർത്ഥിക്കുക. ദൈവവൈദ്യനെ പ്രതിസന്ധി വരുമ്പോഴും പ്രശ്നം വരുമ്പോഴും ദൈവിക ബന്ധം അറ്റുപോകാതെ പ്രാർത്ഥിക്കുന്നവനാണ് ദൈവവൈദ്യൻ. പ്രശ്നങ്ങൾ ഒന്ന് പറഞ്ഞു, ശത്രുക്കൾ പരിഹരിക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം 12-ാമത്തെ വാക്യമാണ്. മൂന്നാം സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വാക്യം. അത് വായിക്കുമ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം വന്നിട്ടുണ്ട്. 12-ാമത്തെ വാക്യം. എന്താ 12-ാമത്തെ വാക്യം? രണ്ടാമത്തെ വാക്യം. എന്താ രണ്ടാമത്തെ വാക്യം? അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പറയുന്നു. ദൈവം പോലും കൈവിട്ടിരിക്കുന്നു. ദൈവത്തിന് പോലും രക്ഷയില്ല എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ നിന്നുള്ള രക്ഷ തനിക്ക് ലഭിക്കാൻ കഴിയാതെ വണ്ണം താനായിരിക്കുന്നു എന്നുള്ള ചിന്ത തന്നെ വല്ലാതെ അലട്ടുകയാണ്. എന്താ അവിടുത്തെ വിഷയം? എല്ലാ സാധ്യതകളും നഷ്ടപ്പെട്ടു. ദൈവത്തിനുള്ള സഹായവും നഷ്ടപ്പെട്ടു, രക്ഷ നഷ്ടപ്പെട്ടു. ദൈവം ഒരുക്കുന്ന രക്ഷയിൽ നിന്നും അന്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ശത്രു പറയാ.
ദൈവം പോലും നിന്നെ രക്ഷിക്കത്തില്ല കേട്ടോ. ചുരുക്കത്തിൽ എല്ലാ സാധ്യതകളും നഷ്ടപ്പെട്ടു, ദൈവത്തിലുള്ള സഹായവും നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്ത തന്നെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്. നിസ്സഹായനാകില്ല. ദൈവമക്കളെ, ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത അവസ്ഥ ജീവിതത്തിൽ വരും. നിസ്സഹായൻ, ശത്രു വരുന്നു, മാത്രമല്ല ദൈവം പോലും കൈവിട്ടിരിക്കുന്നു എന്നുള്ള എന്ന് ആളുകൾ പറയുന്നു. ചുരുക്കത്തിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും വരും. നട്ടം തിരിഞ്ഞു പോകും, നിസ്സഹായത നെല്ലിപ്പലകിലേക്ക് പോകും. ശ്രദ്ധിച്ചോണേ. എന്നാൽ തന്റെ നിസ്സഹായതയിൽ ശത്രു വട്ടം പിടിച്ചപ്പോൾ ദൈവത്തെ ദാവീദ് അടങ്കം പിടിക്കുന്നതായി ഈ സങ്കീർത്തനത്തിൽ കാണാൻ സാധിക്കും. രണ്ടാശയം പറഞ്ഞു. ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും ദാവീദ് ദൈവത്തോട് ബന്ധം നഷ്ടപ്പെടുത്താതെ പ്രാർത്ഥിക്കുന്നു. രണ്ട്, ശത്രു അടങ്കം പിടിച്ചപ്പോൾ ശത്രു വട്ടം പിടിച്ചപ്പോൾ ദാവീദ് ദൈവത്തെ അടങ്കം പിടിക്കുകയാണ്. ആരാണ് ഒരു ദൈവ പൈതൽ? ആരാണ് ദൈവ പൈതൽ? ശത്രുക്കളുടെ എണ്ണം പെരുകുമ്പോഴും അവർ ഭയപ്പെടുത്തുമ്പോഴും സങ്കീർത്തനൻ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാം, വിശ്വാസം പരിശോധിക്കപ്പെട്ടു. വിശ്വാസത്തിൽ പരിശോധന വരുമ്പോൾ ദൈവത്തിൽ ഉറച്ചു നിൽക്കണം. ഞാൻ കേൾക്കുന്ന സഹോദരങ്ങളെ, തമ്പുരാനെ അടങ്കം പിടിച്ചുകൊണ്ട് ദൈവികമെന്ന് മറ്റു പോകാതെ ശത്രുവട്ടം പിടിച്ചപ്പോൾ ദൈവ പൈതൽ ദൈവത്തെ അടങ്കം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചൊരു വാക്കുണ്ട്. എന്താ വാക്ക്? നാലാമത്തെ വാക്യം, ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ആ വാക്യം വായിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് പോകും. പ്രതിസന്ധികളേറിടുമ്പോൾ, പ്രശ്നങ്ങളേറിടുമ്പോൾ, ശത്രുവട്ടം പിടിക്കുമ്പോൾ, ഇനി ഒരു സാധ്യതയില്ല, സകല ലക്ഷ്യം അടഞ്ഞു എന്ന് ലോകം പറയുമ്പോ, എല്ലാ വഴികളും അടഞ്ഞു, സാധ്യതയില്ല, എല്ലാ വഴികളും അടഞ്ഞു, മാർഗങ്ങൾ അടഞ്ഞു, ഇനി ഒരു സാധ്യതയുമില്ല ലോകം പറയുമ്പോ, സങ്കീർത്തനക്കാരൻ നിലവിളിക്കുന്നു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ദൈവ പൈതലേ, ശത്രുക്കളേറിടുമ്പോൾ, പുറവട്ടം പിടിക്കുമ്പോൾ, എതിർപ്പുകൾ പെരുകുമ്പോൾ, ഇനി ഒരു സാധ്യത ഇവര് ലോകം പറയുമ്പോൾ, എല്ലാവരെ കൈവിട്ടു എന്ന് ലോകം പറയുമ്പോൾ പിന്മാറിപ്പോകാതെ, വിശ്വാസം ക്ഷീണിച്ചു പോകാതെ, ദൈവബന്ധത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനകത്ത് കാണാം. അവൻ യഹോവയോട് നിലവിളിക്കുകയാണ്. ഈ നിലവിളിക്കുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയുടെ തീക്ഷ്ണഭാവമാണ് നിലവിളി എന്ന് പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് പല ഭാവങ്ങൾ, തീക്ഷ്ണമായ ഭാവമാണ് നിലവിളി എന്ന് പറയുന്നത്. നമ്മൾ നിലവിളിച്ചിട്ടില്ലേ? ഞാൻ പറയും, അതിലേക്ക് വരും. ഞാൻ തന്റെ നിസ്സഹായാവസ്ഥയിൽ ദൈവത്തെ നോക്കി നിലവിളിക്കുകയാണ് ഭക്തൻ. എന്തുകൊണ്ടാണ് നിലവിളിക്കുന്നത്? എന്തുകൊണ്ടാ ഒരു ദൈവവേദന നിലവിളിക്കുന്നത്?
നിലവിളി കേൾക്കാൻ ഒരു ദൈവമുണ്ടെന്നുള്ളത് ഉറപ്പിന്മേല നിലവിളിക്കുന്നു. നിലവിളി കേൾക്കാൻ ഒരു ദൈവമുണ്ടെന്ന് ഉറപ്പാ ഒരു ഭക്തൻ നിലവിളിക്കാനുള്ള കാരണം. അവൻ നിലവിളിച്ചാൽ ഉത്തരം തരം ദൈവമുണ്ടെന്നുള്ള ഉറപ്പിൽ അവൻ നിലവിളിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ, നിലവിളിച്ചാൽ കേൾക്കുന്ന ദൈവമുണ്ടെന്നും നിലവിളിച്ചാൽ പ്രയോജനമുണ്ടെന്നും എന്നുള്ള പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ് ഒരു ദൈവ പൈതൽ നിലവിളിക്കുന്നത്. ഞാൻ പറയും, ഒരു ഭക്തന്റെ നിലവിളി അവന്റെ ദൈവത്തിലുള്ള പ്രതീക്ഷയും പ്രത്യാശയുമാണ്. ഒരു ഭക്തന്റെ നിലവിളി ഒരു ദൈവവൈതലിന്റെ പ്രതീക്ഷയും പ്രത്യാശയുമാണ്. ഞാൻ പറയട്ടെ, എളിയവന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ഒരു ദൈവമുണ്ട്, ഒരു കർത്താവുണ്ട്. എളിയവന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, ഒരു വിശ്വാസ നിലവിളി എന്ന് പറയുന്നത് അവന്റെ പ്രത്യാശയോട് ഉണർത്തുപാട്ടാണ്. ഒരു വിശ്വാസ നിലവിളി ഒരു ദൈവത്തിന്റെ പ്രത്യാശയുടെ ഉണർത്തുപാട്ടാ. ഇപ്പൊ നിലവിളി ഇല്ലല്ലോ നമ്മുടെ ഭവനങ്ങളിൽ. നിലവിളിക്ക് പകരം പകരം കൊലവിളിയാ. ഒരു കാലത്ത് നമ്മുടെ അമ്മയപ്പന്മാർ നമുക്ക് വേണ്ടി നിലവിളിച്ചു. ഇന്ന് മക്കൾക്ക് വേണ്ടി നിലവിളിക്കുന്നവരെണ്ണം കുറയുന്നു. ഞാന് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഞെട്ടി ഉണർന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മാതാവ് എന്റെ കട്ടിലിന്റെ കാൽക്കൽ വന്നിരുന്നിട്ട് എനിക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നിലവിളിക്കുന്ന ഒരു അമ്മയുടെ ഒരു മകനും ഒരു മകളും ഒരു നാളും നഷ്ടപ്പെട്ടിട്ടില്ല. സങ്കീർത്തനക്കാരൻ തന്റെ നിസ്സഹായതയിൽ ദൈവത്തെ നോക്കി നിലവിളിക്കുന്നു. നാം നിലവിളിച്ചിട്ടുണ്ടോ? അടുത്തത്, നിലവിളിക്ക് ഭാഷയുണ്ടോ? എവിടെ കണ്ണീരിന്റെ ഭാഷ? ഇപ്പൊ എന്റെ കണ്ണീര് കണ്ണുനീര് വീണു എന്ന് ചിലരെങ്ങനെ കണ്ടു കാണും. കണ്ണുനീര് എവിടെ ഭാഷ? നിലവിളിക്ക് എവിടെ ഭാഷ? എന്നാൽ എനിക്ക് ഉറപ്പുണ്ട്. എന്താ ഉറപ്പെന്നറിയോ? എന്റെ നിലവിളിയെ പദരൂപമാക്കി മാറ്റി ദൈവത്തിൽ എത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിലവിളിക്കുന്നത്. അതിന് ഭാഷയില്ല കേട്ടോ, കണ്ണീരിന് ഭാഷയില്ല. എന്നാൽ നിന്റെ കണ്ണുനീരിനെ പദരൂപമാക്കി തമ്പുരാന്റെ അടുക്കൽ എത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധ, എന്റെ കർത്താവിന്റെ ആത്മാവിനായ സ്തോത്രം, പരിശുദ്ധാത്മാവിനായ സ്തോത്രം. അതായത് റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിലവിളിക്ക് ഭാഷയില്ല. ഞാൻ പലപ്പോഴും പറയും, എന്റെ കണ്ണീന്ന് കണ്ണുനീര് വീണു. എന്തുകൊണ്ട് കരഞ്ഞു എന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ എന്റെ കണ്ണിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണെങ്കിൽ എന്റെ കാര്യകാരുടെ സകലം അറിയുന്നു. ഒരു കർത്താവ് എനിക്കുണ്ട് സ്വർഗത്തിൽ. ഒരു കണ്ണുനീരും വൃഥാവാകത്തില്ല. അവൻ ഭക്തന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവം. കണ്ണുനീർ താഴ്വരെ ജലാശയമാക്കി മാറ്റുന്ന ഒരപ്പൻ നമുക്കുണ്ട്, ഒരു കർത്താവുണ്ട്. മരണത്തെ ജയിച്ച യേശു കർത്താവുണ്ട് നമുക്ക്. കൊണ്ട് ഒരു നിലവിളിയും ദൈവസഭയിൽ പാഴായി പോകുന്നില്ല. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കും. ശത്രു ഏറിയപ്പോൾ, പ്രതിസന്ധികൾ പെരുകിയപ്പോൾ, എല്ലാ സാധ്യതയും നഷ്ടപ്പെട്ടപ്പോൾ, വിശ്വാസം ക്ഷീണിച്ചു പോയില്ല, കുറ്റം പറയാൻ പോയില്ല, ദൈവത്തിന് അന്യപ്പെട്ടു പോയില്ല.
അവൻ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ച് പോയിട്ടില്ല. ശ്രദ്ധിച്ചോണം ഇനി പറയുന്നത്. നിലവിളിയിൽ കണ്ണുനീരുണ്ട്. നിലവിളിയിൽ കണ്ണുനീരുണ്ട് കേട്ടോ, അല്ലേ? ആ കണ്ണുനീരിൽ ദൈവത്തോടുള്ള വിശ്വാസ പ്രഭ തട്ടണം. ചുമ്മാ കണ്ണിന്റെ കാര്യമൊന്നുമില്ല കേട്ടോ. എന്റെ കർത്താവ് എന്നെ പിടിപ്പിക്കുന്നവനാണ്, രക്ഷിക്കുന്നവനാണ്, യഥാസ്ഥാനപ്പെടുത്തുന്നവനാണെന്നുള്ള ആ വിശ്വാസ തികവിൽ നിന്നുകൊണ്ട് വേണം കണ്ണിലൊടുക്കാൻ. അപ്പോൾ കണ്ണുനീരിൽ വിശ്വാസത്തിൽ പ്രഭ തട്ടുമ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ണുനീർ നാളെ മഴവില്ലായി മാറും. നമ്മുടെ ഇന്നത്തെ കണ്ണുനീർ മഴവില്ലായി മാറും. എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ കണ്ണുനീരിനകത്തോട്ട് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം ഒന്ന് ഇറങ്ങണം. അപ്പൊ വിശ്വാസത്തോടുള്ള കണ്ണുനീരിനെ പ്രഭയാക്കി മാറ്റുന്ന ഒരു കർത്താവുണ്ട് നമുക്ക്. ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇനി എന്തുകൊണ്ടാണ് നിലവിളിക്കുന്നേ? അത് ഈ സംഗീതക്കാർ പറയുന്നുണ്ട്. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കും. എന്താ കാര്യം എന്നറിയാം? ഇതിനകത്തുണ്ട്. അടുത്തത്, അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യും. ഇവിടെ കിട്ടിയ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്കൊരു ഉത്തരവുണ്ട്. ആ ഉത്തരം തന്നെ കർത്താവ് ഇന്ന് ജീവിക്കുന്നു. സ്തോത്രം. അവിടെ ഞാൻ അവിടെ വിടുക. പ്രാർത്ഥന ഉത്തരവൊക്കെ പറഞ്ഞാൽ ഉത്തരം കേട്ട വിഷയമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഓരോ പ്രാർത്ഥന മുമ്പിലുള്ള വിശ്വാസ പ്രത്യാശയും. എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരവുണ്ട്. ഇനിയും ഈ പ്രാർത്ഥിച്ച സങ്കീർത്തനക്കാരൻ അവൻ ലഭിച്ച ഉത്തരം കൂടെ ഒന്ന് കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പ്രാർത്ഥിച്ച സങ്കീർത്തനക്കാരനെ ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടി. എന്താ ഉത്തരം കിട്ടിയത്? ഒന്ന് നമ്മൾ ആമുഖത്തിൽ പറഞ്ഞു, ഞാൻ കിടന്നുറങ്ങും. ഞാൻ കിടന്നുറങ്ങും. ഞാൻ കിടന്നുറങ്ങും. നീ എന്നെ താങ്ങും, ഞാൻ ഉണരും. പ്രശ്നമുണ്ടേ, പ്രതിസന്ധി ഉണ്ടേ, ഉറങ്ങും, ഉണരും. കാരണം കർത്താവ് കൂടെ ഉണ്ട്. അതല്ല എന്റെ വിഷയം. ഈ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഉത്തരത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്തോത്രം അറിയാതെ പറഞ്ഞു നോക്കണം. ഞാൻ പറയും, നിങ്ങൾ പറഞ്ഞില്ലേ. എന്താ ഉത്തരം എന്നറിയാമോ? നീയോ യഹോവേ, അടുത്തത്, എനിക്ക് ചുറ്റും. ഞാൻ പറയാതെ കേട്ടോ, ഞാൻ സ്തോത്രം പറയും. എനിക്ക് നിൽക്കാൻ ഞാൻ തുള്ളിച്ചാടിയേ. ശത്രു ചുറ്റിലും ഉണ്ടെന്നേ, പ്രശ്നങ്ങൾ ചുറ്റിലുമുണ്ട്, എതിർപ്പുകൾ ചുറ്റിലുമുണ്ട്, രോഗമുണ്ട്, പ്രയാസമുണ്ട്, പ്രതിസന്ധി ഉണ്ട്, അതൊക്കെ ചുറ്റിലുണ്ട്. പക്ഷെ ദാവീദ് പറയാ, നീയോ യഹോവേ, എനിക്ക് ചുറ്റും. ഇവിടെ പ്രശ്നങ്ങൾ ചുറ്റിലും ഉണ്ടെങ്കിലും ആ പ്രശ്നം തൊടാതെ എനിക്ക് ചുറ്റൊരു ദൈവമുണ്ട്. നീയോ യഹോവേ, എനിക്ക് ചുറ്റും. ശത്രു ചുറ്റിലുമുണ്ട്, എന്നാൽ നീയോ യഹോവേ. ഞാൻ പറയും, ബട്ട് ഗോഡ്. ശത്രുവുണ്ട്, ബട്ട് ഗോഡ്. പ്രശ്നമുണ്ട്, എനിക്ക് ദൈവമുണ്ട്. ഇത് കേട്ട് ധ്യാനിച്ചുകൊണ്ടാണ് ഉറങ്ങാൻ. എനിക്ക് പ്രശ്നമുണ്ട്, പറയണം. എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് രോഗമുണ്ട്, എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് ഒരുപാട് പ്രതിസന്ധിയുണ്ട്, ചേർത്ത് പറയണം. എന്നാൽ എനിക്കൊരു ദൈവമുണ്ട്. അതുകൊണ്ടല്ലയോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരും. അപ്പോൾ ദൈവമക്കളെ,
ഞാൻ ആരുമില്ലാത്തവനല്ലെന്നേ, ഞാൻ അനാഥനല്ലെന്നേ. എന്റെ കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിന്നെ അനാഥനെ വിടത്തില്ലെന്ന്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് പറഞ്ഞു, അനാഥനെ വിടത്തില്ലെന്ന് പറഞ്ഞു, അല്ലാതെ വിശ്വസിക്കാൻ പറഞ്ഞു. അപ്പോൾ പ്രശ്നമുണ്ട്, എനിക്ക് ശത്രുക്കൾ എനിക്കുണ്ട്, അവർ ചുറ്റിലുമുണ്ട്. എന്നാൽ നീയോ യഹോവേ എനിക്ക് ചുറ്റും. ശത്രുവിനെ കണ്ട് പേടിക്കണ്ടെന്നേ. ഏലിസ പറഞ്ഞില്ലോ ഗേഹസിയോട്, എടാ മോനെ നീ നോക്കണം മേലോട്ട്. പ്രതിസന്ധി വരുമ്പോൾ ചുറ്റുപാടിലേക്ക് നോക്കുക. ഗേഹസി പറഞ്ഞു, നീ മേലോട്ട് നോക്കടാ, നീ പ്രശ്നത്തിലല്ല നോക്കേണ്ടത്, ഉയർത്തി നോക്കിയാൽ നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവനേക്കാൾ ശക്തനായ ദൈവം. നീ യഹോവേ എനിക്ക് ചുറ്റും, എനിക്ക് ചുറ്റും. എനിക്ക് ശത്രുവുണ്ട്, ബട്ട് മൈ ഗോഡ്. നീയോ യഹോവേ എനിക്ക് ചുറ്റും. അടുത്തത് ദാവീദ് പ്രാർത്ഥന മനസ്സിലായി, ശത്രുവുണ്ട് ചുറ്റിലും, പക്ഷെ നീയോ യഹോവേ എനിക്ക് ചുറ്റുമുണ്ടെന്നേ. ശത്രു തൊടാതെ ചുറ്റി നിൽക്കുക അവൻ. അടുത്തത് അതൊക്കെ ഇസ്രായേൽ മക്കളുടെ പരിഭവ യാത്രയിലൊക്കെ നമ്മൾ ധ്യാനിച്ച ധാരാളം വിഷയങ്ങളുണ്ട്. അതൊക്കെ പറയുമ്പോൾ ഇനി അവസാനത്തിൽ വരികയാണ് ഞാൻ. അടുത്തത് നീ യഹോവേ എനിക്ക് ചുറ്റും. അടുത്തത് ശത്രു എന്റെ ചുറ്റും പാളയം തീർത്തിരിക്കുക. പാളയം തീർത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിച്ചു ചക്രവ്യൂഹത്തെ കുറിച്ച്. ഹൈന്ദവ ഭാരതത്ത് ഇത് ഈ ചക്രവ്യൂഹത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ശത്രു ചക്രവ്യൂഹം സൃഷ്ടിക്കും, പാളയം തീർക്കും. ശത്രു ചുറ്റും പാളയം ഒരുക്കിയിരിക്കുകയാണെന്നേ. അടുത്തത് കേട്ടോണേ, നീയോ യഹോവേ എനിക്ക് ചുറ്റും. അടുത്തത് കേൾക്കണം, എനിക്ക് ചുറ്റും എന്താ? നീ യഹോവേ എനിക്ക് ചുറ്റും പരിചയ. കണ്ടോ, ശത്രു പാളയം തീർക്കുമ്പോൾ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി പരിചയം ഒരുക്കുന്നവനാ. പരിചയം എന്ന് പറയുന്നത് ശത്രു തൊടാത്ത ഒരു ആയുധമാണ്. അപ്പൊ ശത്രു പാളയം തീർക്കുമ്പോൾ ശത്രു നിന്നെ തൊടാതെ വണ്ണം പരിചയം കൊണ്ട് തടയുന്ന ഒരു കർത്താവുണ്ട് നമുക്ക്. അതുകൊണ്ടാ ഞാൻ നിർഭയമായി കിടക്കുന്നത്. സക്കറിയാത്തിന് ഈ പ്രതിസന്ധി ഇന്നും നിർഭയമായി ജീവിക്കാൻ കാരണം പ്രശ്നങ്ങൾ ഒത്തിരി എന്റെ ചുറ്റുവട്ടത്തുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനെ ഓപ്പൺ സ്റ്റേജിൽ നിന്ന് പ്രശ്നങ്ങൾ വെച്ച് പറയാറില്ല. നെഞ്ചിന് താഴോട്ട് തലനിൽക്കുന്ന മനുഷ്യനാണ് ഞാൻ. നെഞ്ചിന് താഴോട്ടാ, മൂത്രം ട്യൂബിൽ കൂടെ പോകുന്നൊരു മനുഷ്യനാണ്. കക്കൂസ് പോകുന്ന എനിക്ക് അറിയത്തില്ല. അവിടെ ഇവിടെയൊക്കെ സോറാണ്, പരുക്കളാണ്. എന്നാലും ഞാൻ സമാധാനത്തോടെ കിടക്കാൻ കാരണം എന്റെ ചുറ്റും എന്റെ കർത്താവ് എനിക്കുണ്ട്. പ്രതിസന്ധികൾ പാളയം തീർക്കുമ്പോൾ പ്രതിസന്ധി എന്നെ ശത്രു തൊടാതെ വണ്ണം എനിക്ക് പരിചയമായി നിൽക്കുന്ന മരണത്തെ ജയിച്ചയാളെയായി ജീവിക്കുന്ന ഒരു കർത്താവിന്റെ സ്വന്തം. ഞാൻ പാടും യേശുവൻ സ്വന്തം, ഹല്ലേലൂയ. അവൻ പരിധി കൊണ്ട് എന്നെ മറയ്ക്കുന്ന നല്ല കർത്താവ്. ശത്രു പാളയം ഇറങ്ങട്ടെ, ശത്രു തൊടാതെ വണ്ണം പരിധി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവമല്ലേ, ദൈവത്തിന്റെ കയ്യിൽ ഒരു പരിചയമുണ്ട്. ശത്രു തൊടാതെ വണ്ണം തന്നെ മറയ്ക്കുന്ന ഒരു ദൈവം. ഞാൻ അതിലേക്ക് അവസാനത്തെ പോവുകയാണ്. ശത്രു പറഞ്ഞു ദൈവത്തിന് പോലും രക്ഷയില്ല. ദൈവത്തിന് രക്ഷയില്ലെന്ന് ശത്രു പറയുമ്പോഴും
ഒരു സാധ്യതയില്ലെന്ന് ലോകം പറയുമ്പോഴും, ഒരു സാധ്യതയില്ല ലോകം പറയുമ്പോഴും ആ വാക്ക് ഉമ്മ കൊടുക്കും ഈ 3-ാം സങ്കീർത്തനത്തിന്. ശ്രദ്ധിച്ചോണേ, ഇതൊക്കെ എന്തൊരു സന്തോഷം. എന്താ ഇതിനകത്ത് പറയുന്നത്? 7-ാമത്തെ വാക്യത്തിന്റെ അടുത്ത വാക്യം, എന്റെ ശത്രുക്കളെയൊക്കെയും ചെകിട്ടത്തടിച്ച് അവന്റെ പല്ല് തകർത്ത് കളഞ്ഞു. രക്ഷയില്ല എന്ന് ശത്രുഗണം പറഞ്ഞപ്പോൾ ആ ശത്രുവിനെ തന്നെ ജയിച്ച ഒരു കർത്താവുണ്ടെന്നേ. ഞാൻ പറയും, ശത്രു തല താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ, ശത്രു നമ്മുടെ തല താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ, ശത്രുവിന്റെ മുമ്പിൽ അവനെ തകർത്തിട്ട് ക്രൂശിൽ ജയമെടുത്ത് മരണത്തെ ജയിച്ച് ജയാളിയായി ഇന്നും ജീവിക്കുന്ന കർത്താവ് നിന്റെ തലയെ ഉയർത്തുന്ന ദൈവമാണ്. വെടികെട്ടിയ നീ യഹോവേ, ഞാൻ നിർഭയമായി ഉറങ്ങും. കാരണം എന്റെ ശത്രുക്കളെ തകർത്തിട്ട് അവിടെ മുമ്പിൽ എന്നെ ജയോത്സവമായി നടത്തുന്ന കർത്താവെ നിനക്ക് സ്തോത്രം. ശത്രു തലതാഴ്ത്ത ശ്രമിക്കുമ്പോൾ ശത്രുവിന്റെ മുമ്പിൽ നമ്മുടെ തലകൾ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, ഒരു കർത്താവുണ്ട്. അവസാനം ഈ സങ്കീർത്തനത്തിലെ ഏറ്റവും വലിയ വാക്യമാണ് ഇനി പറയുന്നത്. ഏറ്റവും വലിയ വാക്യം എന്ന് പറയുന്നത് അതിന്റെ 8-ാമത്തെ വാക്യം, രക്ഷ അത് യഹോവയ്ക്ക് ഉള്ളതാണ്. രക്ഷ അത് യഹോവയ്ക്ക് ഉള്ളതാകുന്നു. രക്ഷ അത് യഹോവയ്ക്കുള്ളതാണ്. രക്ഷിക്കാൻ കഴിവുള്ള കർത്താവ് ഉണ്ടെന്നുള്ള ഉറപ്പാണ് എന്റെ പ്രാർത്ഥനയുടെ നിലവിളിയുടെ അടിസ്ഥാനം. രക്ഷ എന്നുള്ള ദൈവത്തിന് ദാനമാണ്. അത് യഹോവയ്ക്കുള്ളതാണ്, ദൈവത്തിനുള്ളതാണ്. നമ്മെ രക്ഷിച്ച് യഥാസ്ഥാനപ്പെടുത്താൻ പറ്റാത്ത ഒരു പരാജയവും നമ്മുടെ ജീവിതത്തിലില്ല. നിലവിളിച്ച് കൈനീട്ടി കൊടുത്താൽ, നീ ആയിരിക്കുന്ന ഇടത്ത് നിന്നും നിലവിളിച്ച് കൈനീട്ടി കൊടുത്താൽ, ഏത് പ്രതിസന്ധിക്കകത്തു നിന്നും നിന്നെ രക്ഷിച്ച് യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. അവരെ കരയൊന്നും കുറുകിയിട്ടില്ല. ശത്രുവിന് മുമ്പിൽ താൻ ഉയർത്തുന്ന ദൈവം കർത്താവ്. അവസാനത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ശക്തമായിട്ട് വരും. അവിടെ ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. വിശ്വാസത്തോടെ കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ നിന്റെ കണ്ണുനീരിനെ മഴവില്ലാക്കി മാറ്റും, നിന്റെ പ്രതിസന്ധിയെ പദ്ധതിയാക്കി മാറ്റും. കാരണം രക്ഷ തമ്പുരാനുള്ളതാണ്. ശത്രു പാളയം തീർക്കുമ്പോൾ പരിചയ തീർത്തിനെ രക്ഷിക്കുന്ന കർത്താവുണ്ട്. ശത്രു ചുറ്റും നിൽക്കുമ്പോൾ നിന്നെ തൊടാതെ വണ്ണം നിന്റെ ചുറ്റും നിൽക്കുന്ന കർത്താവുണ്ട്. തന്റെ വാസ്തവ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാണ്. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. സാജു ബ്രദർ പറഞ്ഞ 9:15 ഞാൻ പ്രസംഗം അവസാനിപ്പിച്ചു. എനിക്കിങ്ങനെ അവസരം നൽകി തന്ന ബഹുമാനപ്പെട്ട സാജു ബ്രദറിനോടും സഹ ദൈവമക്കളോടും സഹവിശ്വാസികളോടും ഉള്ള ഹൃദയംഗമായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവന്റെ കൃപയിൽ നിൽക്കുവാൻ, കർത്താവിന്റെ വേല ഹൃദയനുറുക്കത്തോടെ ചെയ്തെടുക്കുവാൻ, സൃഷ്ടമുള്ള ആയുസ് തമ്പുരാന് വേണ്ടി ഇല്ലാതാകുവാൻ, കർത്താവിന്റെ വേണ്ടി ജീവിപ്പാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹത്തോടുകൂടെ അപേക്ഷിക്കുന്നു. എനിക്ക് സഹോദരൻ വിളിയുണ്ട്. 3 മക്കളാണ്. പെൺമക്കൾ 2 വിവാഹിതരാണ്. മോന് ദുബൈയിലൊരു ജോലിയിൽ നിൽക്കുന്നു. ഞങ്ങൾ സന്തോഷം ജീവിക്കാൻ എന്നെ സഹായിക്കാൻ 2 കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പ്രതി അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ നയിക്കട്ടെ. ക്രൈസ്തവ എല്ലാവർക്കും ശാന്തമായ രാത്രി നേരുന്നു. നീയുടെ യഹോവ എന്നെ സമാധാനത്തോടെ കിടക്കുന്നതും ഞാൻ നിർഭയമായി ഉണരുന്നതും എൻ്റെ കൃപയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ